ഓരോ മനുഷ്യർക്കും ഓരോരോ ഹാപ്പി പ്ലേസ് അങ്ങനെ ഉണ്ടാവും, ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലം. എനിക്ക് എൻ്റെ ഫാമിലിയാണ്. ഞാൻ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുണ്ടാകുന്നത് എൻ്റെ ഫാമിലി എല്ലാവരും അടുത്തുണ്ടാകുമ്പോഴാണ്. അച്ഛനമ്മയും നാട്ടിലില്ല, ശരി തന്നെ, ആ ഒരു ബേജാറുണ്ട്. എന്നാലും കുറേ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിന് ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട്. ഇപ്പം എൻ്റെ അനിയത്തിമാറും എൻ്റെ ഇളയമ്മയും എല്ലാവരും ചെന്നുണ്ട്, നല്ല ഹാപ്പിയാണ് ഇപ്പോൾ. ഇതാണ് നമ്മളെ സ്വന്തം ഹേമമായി. ഞങ്ങൾ വന്നത് അമ്പലത്തിൽ വിളമ്പാൻ വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോൾ. രാവിലെ ബോയിക്കാനെല്ലാം പോയിട്ടുണ്ടായി. അനന്തുവിന് കഴിയുന്നില്ല, കുറച്ച് പനിയെല്ലാം ഉണ്ട്. അപ്പം ഓനെ കാണിക്കാനും എല്ലാം വേണ്ടിയിട്ട് പോയിട്ട് വന്നു. എന്നിട്ട് ഉച്ചക്ക് അമ്പലത്തേക്ക് വന്നു. നവരാത്രി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല അമ്പലത്തിൽ, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ എല്ലാവരും മുഖത്തും ആ ഒരു ക്ഷീണമെല്ലാം ഉണ്ട്, ഇത്ര ദിവസം കഷ്ടപ്പെട്ട് വിളമ്പിയതെല്ലാം. ഇതെൻ്റെ സ്വന്തം ഇളയപ്പൻ, എൻ്റെ അച്ഛനനിയൻ. അപ്പോൾ ഈ അമ്പലത്തിലത്തെ ഫുഡില്ലേ, ഇവിടുന്ന് ആ പ്ലേറ്റിൽ ചോറും രസം സാമ്പാറെല്ലാം തിന്നാൽ നല്ല ടേസ്റ്റാണ്, ആ പായസമെല്ലാം കുടിക്കാൻ. പക്ഷെ അവിടെ ബാക്കിയായിട്ട് വീട്ടിലൊക്കെ എല്ലാം കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടലേ ഇല്ല. ഞങ്ങൾ എപ്പോഴും അത് പറയാം, എന്താ അങ്ങനെയെന്ന്. പിന്നെ അനന്തുവിന് സുഖമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ തന്നെ ഒരുമാതിരി ഡള്ളായ പോലെ. ഓൻ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല ആക്റ്റീവാണ്, ഓന് കഴിയുന്നില്ലെങ്കിൽ ഒരു ഉറങ്ങിയ പോലെ തന്നെ. ഇപ്പോൾ ഇതിനടുത്ത് തന്നെ എന്തെല്ലോ കളിക്കുന്നുണ്ട് ബോറടിച്ചിട്ട്. ഇന്ന് നല്ല വെയിലാണ്. ഇന്നലെ എന്ത് മഴ അറിയാവും, അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാൻ കഴിഞ്ഞിട്ടാണ് മഴയായിട്ട്. ഇന്നാണെങ്കിൽ വെയിലോ വെയിൽ. വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയിട്ടുണ്ടായി ഫാൻസിക്ക്. അത് നന്ദിതേര ചെവിയിലൊരു കമ്മലുണ്ടായിന്. അപ്പോൾ എൻ്റെ ഇളയമ്മക്ക് അത് കണ്ടിട്ട് അങ്ങനെ തന്നെ കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് ഫാൻസിയിൽ മൊത്തം തപ്പി. എന്നിട്ട് നന്ദിതേര എപ്പോഴും തന്നെ ഫാൻസി ഉണ്ട് അപ്പുറത്ത്, ആടെ നിന്നാണ് അത് കിട്ടിയത്. നമ്മൾ ഫാൻസി പോയതുകൊണ്ട് കുറച്ച് ആളെല്ലാം മേടിച്ചു. ഇന്ന് എൻ്റെ ഇളയമ്മ സ്പെഷ്യൽ ബാംഗ്ലൂർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ അഹങ്കാരം മുഖത്ത് കാണാനുമുണ്ട്. അനന്ത് കുറച്ച് ആക്റ്റീവായി രാത്രിയാകുമ്പോൾ, അതാണ് ഈ കാണുന്നത്. പിന്നെ ഇത് നേരത്തെ കാണിച്ചില്ലേ, ഹേമമ്മായിയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ്. ഞങ്ങൾ മറ്റൊന്ന് തറവാട്ടിൽ പോകാനുണ്ട്, ഒരു പൂജയുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ആക്കിയതാണ്. പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് കുറേ സമയം എന്തല്ലോ ഇങ്ങനെ കഥയും പറഞ്ഞിട്ട് എൻ്റെ അടുക്ക് ഗായത്രി ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. ഓളിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ബൈ.